കേരളത്തിന്റെ മാംഗോ സിറ്റി ഏതെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നമുക്ക് ഉത്തരം പറയാം, അത് പാലക്കാട്ടെ മുതലമടയാണെന്ന്. മുതലമടയിലെ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ്. ഉത്തരേന്ത്യയിൽ മുതലമട മാങ്ങയ്ക്ക് ആവശ്യക്കാരും ഏറെയാണ്. ഒരു ദിവസം 250 ടണ്ണോളം മാങ്ങയാണ് പാലക്കാട് മാംഗോ സിറ്റിയിൽ നിന്ന് രാജ്യത്തെ വിപണികളിലേക്ക് കയറ്റിവിടുന്നത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഉത്തരേന്ത്യൻ വിപണികളിൽ മുതലമട മാങ്ങയ്ക്ക് ആവശ്യക്കാർ കൂടുന്നത്. നെല്ലറയുടെയും കരിമ്പനകളുടെയും നാട് മാത്രമല്ല പാലക്കാട്. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ മുതലമടയെന്നൊരു നാടുണ്ട്. മാവ് പൂത്താൽ സകലതും മറന്ന് കൃഷിയിടത്തിൽ പരിചരണം ഉറപ്പാക്കുന്ന കർഷകരുള്ള മണ്ണ്. മികച്ച വിളവ് കിട്ടുമെന്ന സൂചനയിൽ മുതലമട മാങ്ങ കടൽ കടന്ന് വിവിധ ദേശങ്ങളിലേക്ക് കയറ്റി അയച്ചു തുടങ്ങി. സെന്തൂരവും അൽഫോൺസയും വെങ്കണപ്പള്ളിയും മൂവാണ്ടനും അങ്ങനെ നാവിൽ രുചിയുടെ വിവിധ സ്വാദു നിറക്കുന്നവ. മുതലമടയിൽ മാങ്ങയുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചു. ഇത്തവണ കാലാവസ്ഥ കുഴപ്പമില്ല. പിന്നെ ഒരു 20% കായ് ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ വരുന്നത് നമ്മുടെ മാങ്ങ മുഴുവൻ കയറ്റി അയക്കുന്നത് ബോംബെ, ഡൽഹി, അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളാണ്. ലോക്കലിൽ നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ മഴ ഇപ്പോൾ പെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാലാവസ്ഥ അനുകൂലമാണ്, അതിനെപ്പറ്റി കുഴപ്പമൊന്നുമില്ല. മുതലമടയിൽ നിന്ന് ദിവസവും മുംബൈ, ദില്ലി, അഹമ്മദാബാദ്, കൊൽക്കത്ത, ഇൻഡോർ, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് മാങ്ങ കയറ്റി അയക്കുന്നുണ്ട്. മുൻവർഷങ്ങളിൽ പൂവിടാതിരുന്ന മാവുകളടക്കം ഇത്തവണ പൂത്തുലഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് കർഷകർ. കൊതിയൂറും മാമ്പഴങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പാലക്കാട് മുതലമടയിൽ. ഉത്തരേന്ത്യയിലേക്കാണ് പാലക്കാട് നിന്നും മാമ്പഴങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ക്യാമറമാൻ മഹേഷ് പാൽക്കാരനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.